മാർക്കോ തിയേറ്ററിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കളക്ഷൻ ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് സത്യം തന്നെയാണ്. പക്ഷേ എങ്ങനെ ഈ സിനിമ രക്ഷപ്പെട്ടു സെൻസർ ബോർഡിൽ നിന്ന്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്യുന്ന മിക്ക സിനിമകളിലും നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു, ക്വാളിറ്റി ബേസിലും ആക്ഷൻ ബേസിലും ഒക്കെ. അതിനിടയിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമയാണ് മാർക്കോ എന്ന് പറയുമ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ സിനിമ. ഫിലിം ബൈ ഉണ്ണിമുകുന്ദൻ എന്ന് പറയാം. ഈ ഉണ്ണിമുകുന്ദൻ ഈ സിനിമ റിലീസ് ചെയ്തതിന് മുമ്പ് തന്നെ ഒരു പ്രത്യേക ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ ഇതുപോലെ ഒരു 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 സിനിമ ഇറങ്ങിയിട്ടില്ല. അതുമാത്രം ക്രൂരത, അടി പിടി, വെട്ട് കുത്ത് എല്ലാം ഈ സിനിമ ഇന്ത്യയിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല എന്നാണ് ക്യാപ്ഷൻ എന്ന് ആലോചിക്കണം. അന്നേ പലരും പറഞ്ഞു ഇത് കള്ളത്തരം പറയുകയാണെങ്കിൽ ഉണ്ടാവില്ലാണത്. പക്ഷെ സിനിമ റിലീസ് ചെയ്തപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? കണ്ടിരിക്കാൻ പേടിച്ചുകൊണ്ട് സ്ത്രീകളടക്കമുള്ളവർ, കുട്ടികളടക്കമുള്ളതുകൊണ്ട് സിനിമയ്ക്ക് കയറിയെങ്കിലും ഭയന്നിരിക്കാന്ന് ആലോചിക്കണം. അത്രയും ക്രൂരമായ രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ആലോചിക്കണം. ഇനി ഇതിൻ്റെ മീതെ ഒരു സിനിമ ഈ ക്രൂരത വെച്ചെടുക്കാൻ ഒരാൾക്കും പറ്റുകയില്ല എന്നാണ്. അപ്പോൾ അത് കണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്നുള്ളത്. ആ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കുറ്റപ്പെടുത്തുകയല്ല. ഉണ്ണിമുകുന്ദൻ ഒരു മുമ്പ് നല്ല സിനിമ മാളികപ്പുറം എന്നുള്ള സിനിമ എടുത്തു വന്നിട്ടുള്ളതാണ്. ആ സിനിമ ഭക്തി രസപ്രധാനമായ ഒരു സിനിമയാണ്. ആ പണം വളരെ സൂപ്പർ ഹിറ്റായിരുന്നു. ആ ഹിറ്റായ സിനിമയുടെ പണം കൊണ്ടാണ് സാംസ്കാരിക ക്ഷേമനിധി കലാകാരന്മാർക്ക് പെൻഷൻ കൊടുത്തതെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോഴിതാ ഈ സിനിമ അതിനേക്കാൾ 10 ഇരട്ടി തിയേറ്ററിൽ ഓടി കാശുണ്ടാക്കുക എന്നുള്ളത്. അതൊരു ഇന്ത്യൻ സിനിമ മൊത്തത്തിൽ അങ്ങനെ ഉള്ളൊരു സിനിമയാണത്. നിങ്ങൾ ഒരിക്കൽ കണ്ടവർ പല പ്രാവശ്യം കാണുന്നുണ്ടെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഈ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റുകാരും എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ആദ്യം ഈ സിനിമ കണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമയാണെന്ന് ആലോചിക്കണം. സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമ, ചില കട്ടോടുകൂടി സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമ വീണ്ടും അത് റിവൈസിങ് കമ്മിറ്റിക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നടക്കുന്ന കാര്യമല്ല. അയക്കേണ്ട ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സെൻസർ സമയത്ത് ഇത് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, ഇതിവിടെ കൊടുക്കാൻ പറ്റില്ല, ഇത് റിവൈസ് വേണ്ടി പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പല സിനിമകളും അയക്കാറ് പതിവ്. ഈ പടത്തിന് അങ്ങനെ ഗതികേടുണ്ടായിട്ടില്ല. സർട്ടിഫിക്കറ്റ് അത് കൊടുത്തപ്പോൾ വലിയ വെക്കണം. ആ വലിയ വെച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോഴും അതിൻ്റേതായിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാർക്ക് ധൈര്യം പോരാ. കാരണം ഈ സിനിമയ്ക്ക് ഇത്രയും ക്രൂരത നിറഞ്ഞ ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് കൊടുക്കുക ശരിയാണോ? അതുകൊണ്ട് അത് റിവൈസിങ് കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിച്ചു എന്നാലോചിക്കണം. സാധാരണ റിവൈസിങ് കമ്മിറ്റി ബോംബെയിലേക്ക് കൂടാറ്. ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ആൾക്കാരാണ് അതിലത്തെ മെമ്പർമാർ പതിവ് നിലയിക്കണം. അപ്പോൾ ആരോഗ്യ റിവൈസിങ് കമ്മിറ്റിക്ക് ആരാണ്? ഇവിടെ മുമ്പ് മലയാളത്തിൽ നടന്ന് ഷാജിയൻകരനാണ്. ഷാജിയൻ രാജിവെച്ചു. പിന്നെ നമുക്ക് അറിയാവുന്ന ശരിക്കും ഒരു മേജർ പോർഷൻ ഇന്ന് ജീവിതയാണ്, നടിയാണത്. ജീവിത എന്ന് പറഞ്ഞാൽ പ്രശസ്ത നടൻ രാജശേഖരൻ്റെ വൈഫാണ്. ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജീവിത അഭിനയിക്കുമ്പോൾ തന്നെ പരിചയപ്പെട്ടിട്ടുള്ളതാണത്. ഒരു ജീവിതയുടെ രീതി എന്ന് വെച്ചാൽ ഒരു വലിയ കുഴപ്പമില്ലാത്തതിൽ പോട്ടെ, നമ്മൾ ആരെയും ദ്രോഹിക്കരുത് എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം അവർ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്, അവർ നടിയായിരുന്നു, നിർമ്മാതാവാണ്, ഒക്കെയാണത്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ റിവൈസിങ് കമ്മിറ്റി മുമ്പ് വന്നപ്പോൾ തന്നെ കണ്ടിരുന്ന പല മെമ്പർമാരും വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ഇത് റിവൈസിങ് കമ്മിറ്റി മുമ്പ് വന്നിരിക്കുന്നു, ഇതിന് കുറേ കട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു സിനിമ നമ്മൾ എത്രയേ കൊടുത്താൽ പോലും തിയേറ്ററിൽ കൊടുത്താൽ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഇത് ബാധിക്കുന്നൊരു സിനിമയാണെന്ന് അറിയിക്കണം. 18 വയസ്സിൽ താഴെയുള്ളവർ കാണരുത് എന്ന് പറയുമ്പോൾ അത് കാണാനുള്ള വ്യഗ്രതയാണ് സാധാരണ ഉണ്ടാവുക. ഇത് സ്ത്രീകൾക്കുള്ള സിനിമ അല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നത് സ്ത്രീകൾക്കാണെന്ന് ആലോചിക്കണം. ഇത് പുരുഷന്മാർക്കുള്ള സിനിമയല്ല എന്ന് പറഞ്ഞാൽ പുരുഷന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നത്. അപ്പം നമ്മൾ എന്താണോ നെഗറ്റീവായി പറയുന്നത് അത് പോസിറ്റീവ് സൈഡിലേക്ക് വരുന്ന ഒരു 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 രംഗമാണ് സിനിമ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇവിടെ ബോംബെയിൽ പ്രദർശിപ്പിക്കാനും ഇവിടെ കേരളത്തിൽ തന്നെയാണ് അതിൻ്റെ തിരുവനന്തപുരത്ത് തന്നെയാണ് അത് കാണിച്ചത്. കാരണം ഒരു മലയാള സിനിമയാണ്. അപ്പോൾ മലയാള സിനിമയായോ മലയാളികളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വേണ്ടി വരും. അപ്പോൾ ജീവിത അടക്കമുള്ളവരെല്ലാവരും വന്നു, സിനിമ കണ്ടു. വേറെ പ്രത്യേകമൊന്നുമില്ല. ചില മെമ്പർമാർ ഈ സിനിമ ഇങ്ങനെ കൊടുക്കണോ, കുറേ ചിലർ 5-8 കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷേ നിർമ്മാതാവ് വന്നിരിക്കുന്നു, ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള നിർമ്മാതാവ്, സംവിധായകൻ വന്നിരിക്കുന്നു, എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റേതായ ന്യായീകരണങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ഇത് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞൊരു സിനിമയാണ്. ഇത്രയും ക്രൂരത കാരണം വിദേശത്ത് ഉണ്ടായിരിക്കാം, വിദേശത്ത് ഇത്ര സിനിമകൾ വന്നിട്ടുണ്ട്, അതില്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിനിമ ആദ്യമാണ് എന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അവരുടെ പരസ്യവാചകം സത്യസന്ധമാണെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെയുള്ള ഈ സിനിമ റിവൈസിങ് കമ്മിറ്റി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും എന്ത് വേണം, എത്ര കട്ട് ചെയ്യണം എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ആലോചിക്കണം. ചില മെമ്പർമാർ പറഞ്ഞു ഇതിപ്പോൾ അങ്ങനെ വേണോ, കൊടുക്കണോ. അവസാനം അതിൽ വളരെ ലഘുവായ രീതിയിൽ ഒരു കോംപ്രമൈസ് രീതിയിൽ വലിയ ദ്രോഹം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച് ജീവിത രാജശേഖരൻ ആലോചിക്കണം. അപ്പോൾ ജീവിതരാജ ഒരു സ്ത്രീയാണ് ഇങ്ങനെ പറഞ്ഞിട്ട്, കാരണം അവർ ആർട്ടിസ്റ്റാണ്, മെമ്പറൊക്കെയാണത്. അപ്പോൾ ഒരു സ്ത്രീ പോലും ഇങ്ങനെ പറയുമ്പോൾ അത് അങ്ങനെ ആവുന്നല്ലേ നല്ലത്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് കട്ടും കൂടി കൊടുത്തു. ഇപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന കട്ട് കൂടാതെ പേരിന് റിവൈസിങ് കമ്മിറ്റി വരുമ്പോൾ സാധാരണ എന്താ ചെയ്യുന്നറിയാം, മുമ്പ് റിവൈസിങ് കമ്മിറ്റി പോയ പല പടങ്ങളുടെ അനുഭവം എനിക്കറിയാവുന്നതാണത്. അവരത് വെട്ടിക്കൂട്ടി അതായത് കൊടുക്കും, ഒന്നുമല്ലാത്ത രീതിയിൽ. അതിൽ ആദ്യമില്ല, നടുവില്ല, അവസാനമില്ല, അങ്ങനെ നശിപ്പിക്കുന്ന രീതിയിലാണ് സാധാരണ റിവൈസിങ് കമ്മിറ്റി സിനിമ സർട്ടിഫിക്കറ്റ് കൊടുക്കാറ് മതി. ഇതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സിനിമ റിവൈസിങ് കമ്മിറ്റി കണ്ടപ്പോൾ അവരുടെ വകയായിട്ട് 2 സ്ഥലത്ത് മാത്രമേ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മളടക്കമുള്ളവർ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സിനിമ എന്ന് ആലോചിക്കണം. ആ സിനിമയുടെ പറഞ്ഞ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ക്രൂരത തന്നെയാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് ആകർഷിച്ചത്. നമ്മളൊക്കെ വിചാരിക്കുന്നതാ ഇങ്ങനെ ഇത്രയും ക്രൂരത കാണാൻ ജനങ്ങൾ ഇടിച്ചു കയറുമോ എന്നുള്ളതാണ് അല്ലേ. ചോരയൊക്കെ ഇങ്ങനെ ആകെ അതിന് എന്താ പറയാന്ന് പറയില്ല, വാക്കുകളില്ല. കണ്ട തലചുറ്റി വീഴുന്നവരുണ്ട്. കഴിഞ്ഞത് ഈ സിനിമയെക്കുറിച്ച് തന്നെ ഒരു ഹിന്ദിയിൽ റിവ്യൂ വന്ന ഒരാൾ ഒരു നിരൂപകൻ എഴുതിയിട്ടുണ്ട്. ഞാൻ അടുത്തിരുന്ന് സിനിമ കാണുമ്പോൾ സ്ത്രീകൾ ഇത് രംഗം കണ്ട് ഛർദ്ദിച്ചു മേലിക്കുന്നുള്ളത് അത്രയും ഭീകരതയായിരുന്നു ആലോചിക്കണം. അങ്ങനെയുള്ള ഈ സിനിമ കേരളത്തിൽ ഇപ്പോൾ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്നു ആലോചിക്കണം. അപ്പോൾ നമുക്ക് ഭീകരത ഒരു പ്രശ്നമാണോ, ക്രൂരത പ്രശ്നമാണോ, അത് സിനിമയായി കാണുന്നു. അപ്പോൾ ഞാനിത് അറിഞ്ഞിട്ട് ചില ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ, ഈ റിവൈസിങ് കമ്മിറ്റിയിൽ ചില ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ, നിങ്ങൾ എന്തുകൊണ്ട് ഈ റിവൈസിങ് കമ്മിറ്റി സെൻസർ ബോർഡിൻ്റെ ആവശ്യമുണ്ടോ? ഈ ചർച്ച മുമ്പേ ഉള്ളതാണത്. എന്തിനാണ് സെൻസർ ബോർഡ്? എല്ലാ സിനിമകളും തിയേറ്ററിൽ വരട്ടെ എന്നുള്ള പക്ഷക്കാരാണ് വേണം. അങ്ങനെ വേണ്ട. കാരണം ഈ സിനിമ ഇത് സെൻസർ ചെയ്ത സിനിമയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഈ കാണാൻ എരച്ചു കയറില്ലേ ജനം. ഫിലിം ഫെസ്റ്റിവലിൽ വരുന്ന സിനിമകൾ എടുക്കുക. ഫിലിം ഫെസ്റ്റിവലിൽ വരുന്ന സിനിമകൾ സെൻസർ ചെയ്യാത്ത സിനിമകളാണ് കൂടുതലും വരുന്നത് ആലോചിക്കണം. ഇനിയിപ്പോൾ നമുക്ക് എന്താ കാണാൻ പോകുന്നത്? ഈ സിനിമ സെൻസർ ചെയ്ത് തിയേറ്ററിലൊക്കെ വന്നിട്ടുണ്ട്. OTT പോയാൽ എന്തായിരിക്കും? OTT പോകുമ്പോൾ സെൻസർ പ്രശ്നമല്ല, അത് അവരെങ്ങനെയാണോ ആ സിനിമ എടുത്തിട്ട് ഫുൾ ലെങ്തായി എടുത്തിട്ടുള്ളത് ആ മൊത്തം അവർ ആ OTT കാണിക്കും. അപ്പം ഇനി വരാൻ പോകുന്നത് അവിടെ OTT പണം വാരി കൂട്ടുന്ന ആലോചിക്കണം. ഇതൊക്കെ പറയുമ്പോഴും തിയേറ്റർ നിറഞ്ഞു കഴിയുമ്പോഴും ഉണ്ണിമുകുന്ദന് കാശ് വാരുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അയാൾ ഒരു കാര്യം ഇതിലൊരു പുതുമുഖത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ആളാക്കണം. തിലകൻ്റെ കൊച്ചുമകൻ അഭിമന്യു തിലകൻ ഇതിലൊരു നല്ലൊരു വില്ലൻ വേഷത്തിലാണ് ചെയ്തിരിക്കുന്നത്. ജഗദീഷിൻ്റെ മകനായിട്ട് ആലോചിക്കണം. ഇപ്പം അഭിമന്യു തിലകൻ വരുമ്പോൾ ഷമ്മി തിലകൻ്റെ മകനാണെന്ന് ആലോചിക്കണം. ഷമ്മി തിലകൻ്റെ സൗണ്ട് ഉണ്ട്. നമുക്ക് ഈ നടനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ആ ഒരു സൗണ്ട് ഉണ്ട്, അതിമനോഹരമായൊരു സൗണ്ട് എന്നാലോചിക്കണം. ശബ്ദം ഒരു അനുഗ്രഹമാണെന്ന് ആലോചിക്കണം. അത്തരമൊത്തുള്ള അനുഗ്രഹം ഈ അഭിമന്യുവിനും കിട്ടിയെന്നാലോചിക്കണം. അഭിമന്യുവാണ് ഡബ് ചെയ്തിരിക്കുന്ന ആലോചിക്കണം. അപ്പോൾ അതിവില്ലനായ മലയാള സിനിമയ്ക്ക് ഒരു നല്ല വില്ലനെ കൂടി ഈ സിനിമയിലൂടെ ലഭിച്ചിരിക്കുകയാണെന്ന് ആലോചിക്കണം. അതൊരു നല്ല കാര്യം തന്നെയാണ്. ബാക്കിയൊക്കെ പ്രേക്ഷകർ ഇനി കാണാതിരിക്കുക, വിലയിരുത്തട്ടെ. ഉണ്ണിമുകുന്ദൻ രക്ഷപ്പെട്ടു, സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് രക്ഷപ്പെട്ടു. അങ്ങനെ ഈ സിനിമ ഇനി മറ്റു ഭാഷകളിൽ, അതാണ് മറ്റു ഭാഷകളിൽ പണം കൊയ്യുന്ന രീതിയിലേക്ക് അത് നിർമ്മിക്കാൻ പോകുന്നുണ്ട്. അവിടെ ലാംഗ്വേജ് മാറ്റി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യയിലൊരു തരംഗമായി ഈ സിനിമ മാറിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പ്രേക്ഷകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടെന്ന് ആലോചിക്കണം. ഉണ്ണിമുകുന്ദൻ്റെ സിനിമ ആയതുകൊണ്ടല്ലേ സെൻസർ ബോർഡ് ഇത്രയും ഒരു കാരുണ്യം കാണിച്ചത് എന്ന് ചോദിക്കും. അപ്പം എന്താ ഉണ്ണിമുകുന്ദന് ഒരു പ്രത്യേകത എന്ന് ചോദിക്കും. ഉണ്ണിമുകുന്ദൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഉണ്ണി മുകുന്ദൻ പ്രധാനമന്ത്രിയുടെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ്. ഉണ്ണി മുകുന്ദൻ BJPയുടെ ഒരു സന്തത സഹചാരിയാണ്.